around 70 volunteers. Most of them are our very vibrant and energetic youth. We as parents and adults really appreciate their enthusiasm to help around in all aspects of Harmony 2025. They are our next generation and future promises of faith, community, and culture. So we pray that may the Lord Almighty fill them with His Holy Spirit and guide them with His wisdom in the life ahead. Hence, they can be the witness of His kingdom. ആതിഥേയരായ ബ്രിസ്റ്റോൾ സെൻറ് തോമസ് മാർത്തോമ ചർച്ച് ഇടവക അംഗങ്ങൾ, ദൂരെ നിന്നും ചാര നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ മെമ്പേഴ്സ്, സഹോദര സഭകളിൽ നിന്നും വന്നിട്ടുള്ള അതിഥികൾക്കും എല്ലാ കാര്യങ്ങളിലും മുൻഗണന നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്വർഗീയ സംഗീത സന്ധ്യയിലേക്ക് ഭാഗമാകുവാൻ മണിക്കൂറുകൾ യാത്ര ചെയ്ത് നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദേ ഹാവ് ട്രാവൽഡ് ഫ്രം ചെൽസ്ഫോർഡ്, ബർമിംഗ്ഹാം, ലണ്ടൻ, നോർത്താംപ്ടൺ ആൻഡ് മാഞ്ചസ്റ്റർ. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ നല്ല മനസ്സിനും സ്നേഹത്തിനും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ജിയോഗ്രാഫിക്കലി വൈഡ്ലി സ്പ്രെഡായ ഒരു കോൺഗ്രിഗേഷനാണ് സെൻറ് തോമസ് മാർത്തോമ ചർച്ച് ബ്രിസ്റ്റോൾ. ആയതിനാൽ ഹെറിഫോർഡ്, ഡെവൻ, പ്ലിമൗത്ത്, എക്സിറ്റർ, ടോണ്ടൺ, യോവൽ, സ്വിൻറ്റൺ ആൻഡ് ഗ്ലോസ്റ്ററിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാ മെമ്പേഴ്സിനോടുമുള്ള ഞങ്ങളുടെ സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾ തോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Dear brothers and sisters in Christ, Bristol St. Thomas Marthoma Church proudly presents Harmony 2025, a purely Christian live musical concert. ഇനിയും നമ്മൾ കാര്യപരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓപ്പണിംഗ് പ്രെയറിനായിട്ട് എത്രയും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി വേദിയിലേക്ക് ഇടവകയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന മിസ്റ്റർ എബ്രഹാം നിറവത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. For the opening prayer, പ്രാരംഭ പ്രാർത്ഥന. എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധൻ ആകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ ആകുന്നു. ദൈവമേ നീ പരിശുദ്ധൻ ആകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ ആകുന്നു. ദൈവമേ നീ പരിശുദ്ധൻ ആകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ ആകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം നിരക്ഷണമേ. എന്തുടർന്ന രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസത്തിൻ്റെ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഈ ഹോളിലെ കൂടി വരുവാനും കർത്താവേ ഞങ്ങളുടെ ഗാന ശുശ്രൂഷയിലൂടെ അവിടുന്ന് നാമം മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വലിയ അവസരത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഉടയവനും ജീവദാതാവും അവിടുന്ന് ആയിരിക്കാൽ കർത്താവേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഇന്നിവിടെ ഗാനം ആലപിക്കുന്നവർക്ക്, സംഗീതത്തിൻ്റെ മറ്റ് കർത്താവ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെയും ആത്മാവിൽ പ്രവർത്തിക്കുവാൻ പാടുവാൻ ഒക്കെയുള്ള ദൈവകൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആസ്വാദകരായി ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ആത്മാവിൽ അതിനെ ശ്രവിക്കുവാനും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനും ഒക്കെയുള്ള മുഖാന്തരമാക്കി അവിടുന്ന് മാറ്റണം. ഞങ്ങളുടെ ഗാന ശുശ്രൂഷയിലൂടെ കർത്താവെ, മന്മരായ മനുഷ്യരുടെ ഗാന ശുശ്രൂഷകളിൽ കർത്താവെ സന്തോഷിക്കുന്ന ഒരു ദൈവം അവിടുന്നാണല്ലോ കർത്താവെ. അവിടുന്ന് സ്വർഗീയ സേനകളുടെ സ്തുതി സ്തോത്രങ്ങൾ വസിക്കുന്നവനെങ്കിലും താഴ്മകളെ കടാക്ഷിക്കുന്ന ദൈവം അവിടുന്ന് മാത്രമായിരിക്കാൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുകൂടെയും അവിടുത്തെ സാന്നിധ്യം ഇരിക്കണം. ദൈവമായ കർത്താവെ, ഇതിൻ്റെ ചുറ്റുപാടുകളിൽ പ്രവർത്തിക്കുന്ന അനേകരുണ്ടല്ലോ. ഈ പ്രോഗ്രാമിൻ്റെ കർത്താവെ, ഗാന ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി കർത്താവെ അഹോരാത്രം പണിയെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് തിരിച്ചറിയുന്നതിനാൽ സ്തോത്രം. കർത്താവ്, ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളും തക്ക സമയത്ത് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യാവസാനം അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. തിരുനാമം മഹത്വപ്പെടുന്നതും സമസ്തവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുരക്ഷൻ്റെ നാമത്തിൽ പിതാവിനോട് താഴ്മ അപേക്ഷിക്കുന്നു. കന്നയോടെ കേൾക്കണമേ. ആമേൻ. Thank you, our dearest Achan and Vice President, Mr. Abraham Nirvad. Next, Bible reading. വേദപാഠ ഭാഗവായനയ്ക്കായി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്ട്രെല്ല മോൻസി. സങ്കീർത്തനങ്ങൾ 96 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Psalms chapter 96 verses 1 to 13. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനും ആകുന്നു. അവൻ സകല ദൈവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദൈവന്മാരൊക്കെയും മിഥ്യമൂർത്തികളത്രേ. യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവീൻ. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറവീൻ. ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. അവൻ ജാതികളുടെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴുങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. Next, I would like to welcome Mr. Saji John Bath for welcome speech, Parish Secretary of St. Thomas Marthoma Church, Bristol. Mr. Saji John Bath, Parish Secretary of St. Thomas Marthoma Church, Bristol. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഹാർമണി 2025 അനുഗ്രഹീതമായ വിരുന്ന് നമ്മുടെ മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ അതിൽ കാത്തിരിക്കുന്നു എന്ന് എനിക്ക് വളരെയധികം ഉറപ്പുള്ളൊരു കാര്യമാണ്. ഞാൻ സംഗീതത്തെക്കുറിച്ച് പറയുവാനായിട്ടൊന്നും യോഗ്യനായ ആളല്ല. എങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചൊരു കൊട്ടേഷൻ, വേർ വേർഡ്സ് ഫെയിൽസ് മ്യൂസിക് സ്പീക്സ്. എവിടെ വാക്കുകൾ പരാജയപ്പെടുന്നോ അവിടെ സംഗീതം സംസാരിക്കുന്നു എന്ന് ഞാനൊരു കൊട്ടേഷൻ വായിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ റേഡിയോയുടെയും ടേപ്പ് റെക്കോർഡിൻ്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ അനുഗ്രഹീതമായ ഹൃദയസ്പർശിയായ ആത്മീക ഗാനങ്ങൾ അനേക ആളുകളെ അവരുടെ ആത്മഹത്യ ചെയ്യുവാനുള്ളതായ പ്രേരണയിൽ നിന്ന് പിന്തിരിപ്പിച്ചതായിട്ടൊക്കെ ഞാൻ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോഴേ പ്രത്യേകിച്ച് ക്രിസ്തീയ സംഗീതത്തിന് മനുഷ്യ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവ് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് നമ്മളെ ആരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ സംഗീത വിരുന്നിലേക്കാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. 2015 ഹാർമണി 2015 അന്ന് നടത്തപ്പെടുമ്പോൾ നാം ഈ കണ്ട മുഖങ്ങളൊക്കെ അന്ന് അവിടെ നാം കാണുകയുണ്ടായി. അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷയിൽ അന്ന് ഇമാനുവൽ ഹെൻറിയും ഡോക്ടർ ബ്ലസൻ മേമനയും മലയാളത്തിലെ അറിയപ്പെടുന്നതായ ഗായിക ദില്ലീമ
ഇവർ പങ്കെടുത്തതായ മ്യൂസിക്കൽ ഇവൻ്റ് നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിൽ കാണും. ഇപ്പോൾ പുതുതായി വന്നുള്ള ആളുകൾക്ക് അറിയില്ലെങ്കിലും അന്ന് അനുഗ്രഹീതമായ ഒരു ഹാർമണി 2015 നടത്തുവാനായിട്ട് ദൈവം സെൻറ് തോമസ് മാർത്തോമ ഇടവകയെ സഹായിച്ചു. അന്ന് നാം അതെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആ പ്രോഗ്രാം ആസ്വദിച്ചതാണ്. അതിനുശേഷം നമ്മുടെ കൊയർ നേതൃത്വം നൽകുന്ന ഹാർമണി പ്രോഗ്രാം പല അവസരങ്ങളും നാം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വർഷം 2025 പാരീഷിൻ്റെ പ്രോഗ്രാം തയ്യാറാക്കിയപ്പോൾ ഒരു ഹാർമണി പ്രോഗ്രാം നടത്തണം എന്ന് കമ്മിറ്റിയായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ നമ്മുടെ കൊയറിൻ്റെ ആഭിമുഖ്യത്തിൽ പഴയതുപോലെ നടത്താമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ ആലയത്തിൻ്റെ പുനരുത്ഥാനത്തിന് ധനശേഖരണം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറെ കൂടെ വിപുലമായ രീതിയിൽ ഒരു സംഗീത പരിപാടി, ഒരു സംഗീത വിരുന്ന് ക്രമീകരിക്കണമെന്ന് കമ്മിറ്റി ആലോചിക്കുകയും അപ്രകാരം ഇങ്ങനെ ഹാർമണി 2025 ഇത്ര വിപുലമായ രീതിയിൽ നടത്തുവാനായിട്ട് ദൈവം ഇടയാക്കി, സംഗതിയാക്കി എന്നുള്ളത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത് ഹാർമണി 2025 അതിൻ്റെ ആരംഭം മുതൽ, അതിനെ നാം ആലോചന തുടങ്ങിയ നിമിഷം മുതൽ ഇന്ന് ഈ അനുഗ്രഹീതമായ പരിസമാപ്തിയിൽ എത്തുന്ന ഈ നിമിഷം വരെയും പരിപാലിച്ച, വഴി നടത്തിയ, മുൻപോട്ട് നമ്മെ മാർഗദീപമായിട്ട് നയിച്ച ദൈവകൃപകളെ വളരെ നന്ദിയോടുകൂടി ഈ അവസരം സ്മരിക്കുകയാണ്. മാത്രമല്ല ഹാർമണി 2025 ഈ അനുഗ്രഹീതമായ സംഗീത വിരുന്നിൽ നമ്മുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ കർത്താവ് ദാനമായി തന്ന് കടന്നു വരുവാൻ തക്കോണം കർത്താവ് ഇടയാക്കിയ വലിയ കൃപകളെ നമുക്കെല്ലാവർക്കും നന്ദിയോടെ സ്മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ അനുഗ്രഹീതമായ സംഗീത വിരുന്ന് ഇത് ആലോചിച്ച നിമിഷം മുതൽ ഇതിൻ്റെ ഇന്ന് നാം ആയിരിക്കുന്ന ഈ പരിസമാപ്തിയുടെ നിമിഷം വരെ ഇതിന് ചുക്കാൻ പിടിക്കുകയും ഇതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ഇതിനാവശ്യമായ എല്ലാ കൈത്താങ്ങലുവേകി മുന്നോട്ട് നയിക്കുന്ന ഇടവകയുടെ അനുഗ്രഹീതമായ ഇടവ വികാരി റവറൻ സെന്നോജ് ബാബു മാത്യു അച്ഛനെ കുറിച്ച് പറയാൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് അച്ഛനെ പല രീതിയിൽ അച്ഛനെ മനസ്സിലാക്കിയിട്ടുള്ളതും അച്ഛനുമായിട്ടുള്ള കൂട്ടായ്മയിൽ എല്ലാവരും അച്ഛനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാരണം വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഏങ്ങപ്പെട്ടക്കാരൻ. പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ട് ചില ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഫലമായിട്ടൊക്കെ ചില ധാരണപ്പിശുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവസാന നിമിഷം പോകാറായപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഒരു 2 വർഷം കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹീതമായ നേതൃത്വം ഇടവകയുടെ അനുഗ്രഹീതമായ ആത്മീക വളർച്ചയ്ക്ക് വളരെ മുതൽക്കൂട്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ ഹാർമണി 2025 ആവശ്യമായ എല്ലാ നേതൃത്വവും ഏകി ഒരു കപ്പിത്താനായി ഇതിൻ്റെ മുൻപ് നിൽക്കുന്ന സനോജ് ബാബു മാത്യുവിന് ഈ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും അനുഗ്രഹീതരായ സംഗീതജ്ഞന്മാർ, അവരെ നമ്മളെല്ലാവരെയും വ്യക്തികളായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇമ്മാനുവൽ ഹെൻറി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു പരിചയപ്പെടുത്തേണ്ട മുഖമല്ല. മലയാളം അറിയാവുന്ന എല്ലാ ആളുകൾക്കും പല വർഷങ്ങൾക്ക് മുൻപ് എന്നുള്ള നിലയിൽ അന്ന് നമ്മളെല്ലാവരും മുടങ്ങാതെ കണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. അന്ന് മുതൽ ഈ നിമിഷം വരെ ഇമ്മാനുവൽ ഹെൻറി എന്ന് പറയുന്ന പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു മലയാളിയുടെ മുഖമായിട്ട് നമ്മളെല്ലാവർക്കും അറിയാം. മാത്രമല്ല ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നൊരു കാര്യം, വളരെ അഡ്മയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, താൻ റണ്ണറപ്പായിരുന്ന ആ കാലഘട്ടത്തിൽ മലയാള സിനിമ സംഗീത ലോകത്തേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ താൻ ആഗ്രഹിക്കുന്നതിലൊക്കെ അപ്പുറമായിട്ടൊരു ധനസമാഗമന മാർഗമായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു ഉന്നതമായ പൊസിഷനിലേക്ക് എത്താമായിരുന്ന ഒരു അനുഭവത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തനിക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന താലന്തുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കടന്നു പോകുന്നതിന് അപ്പുറമായിട്ട് അനേകരെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരുക്കുവാനും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുവാനും ഒരു വലിയ തീരുമാനം, മികച്ചതായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ക്രിസ്തീയ സംഗീത ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇമ്മാനുവൽ ഹെൻറിയെ വളരെ അഭിമാനത്തോടു കൂടി ക്രൈസ്തവ ലോകം സ്മരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള ഇമ്മാനുവൽ ഹെൻറി ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ മുഖ്യ ഗായകനായി എത്തിയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തക്ക സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളുടെ ഈ അനുഗ്രഹീതമായ സംഗീത വിരുന്നിന് ധന്യമാക്കി തീർത്ത ഇമ്മാനുവൽ ഹെൻറിയെ ബ്രിസ്റ്റൽ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ പേരിൽ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തായിട്ട് ഡോക്ടർ ബ്ലെസൻ മേമന. ഇന്ന് ബ്ലെസൻ മേമനെ പരിചയപ്പെടുത്തുന്നത് നാട്ടിൽ നിന്ന് വന്നൊരു മലയാളിയായിട്ടല്ല, മറിച്ച് ഒരു UK മലയാളിയാണെന്നുള്ള വിവരം വളരെ അടുത്ത സമയത്താണ് ഞാൻ അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ഡോക്ടർ ബ്ലെസൻ മേമനെ കുറിച്ച് പറയുമ്പോഴും സംഗീതത്തിൽ അഗാധമായ പാണ്ഡിത്യമൊക്കെ നേടുവാനായിട്ട് ദൈവം സഹായിച്ചു. തനിക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ ഈ ദിവസങ്ങളിലൊക്കെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുകയും ഇന്ന് UK ഫാമിലിയായിട്ട് ഇവിടെ കടന്നു വന്ന് കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ധാരാളമായിട്ട് അധ്വാനിക്കുകയും ഞാൻ മനസ്സിലാക്കുന്ന ചില സഭയുടെ ശുശ്രൂഷകളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അനുഗ്രഹീതമായ സംഗീത ശുശ്രൂഷയിലൂടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഡോക്ടർ ബ്ലെസൻ മേമന ആൻഡ് കുടുംബം വളരെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഒരുപക്ഷെ കർത്താവിൻ്റെ സമയത്ത് പ്രിയ മാതാവ് ഒരാഴ്ച മുൻപ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു.
എന്നെ പെട്ടെന്ന് ഒരാളെ ഇങ്ങനെ വിവരം അറിയിച്ചു, ഡോക്ടർ ബ്ലസൻ മാമിനോട് മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ആ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ ഒന്ന് കാണുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. വളരെ അനുഗ്രഹീതമായ ഈ ലോകത്തിലെ വേർപാടിൻ്റെ യഥാർത്ഥ അർത്ഥം ആത്മീക ലോകത്തിന് കൊടുത്തക്ക രീതിയിൽ ഒരു വളരെ മാതൃകയോടെ ജീവിച്ചൊരു മാതാവിൻ്റെ മകനാണെന്നുള്ളത് എനിക്ക് അനുഗ്രഹീതമായ ശവസംസ്കാര ശുശ്രൂഷ കണ്ടപ്പോൾ മനസ്സിലായി തീർന്നു. തക്ക സമയത്ത് ആ പ്രിയ മാതാവിന് യാത്രയൊക്കെ അയച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിന് യാതൊരു തടസ്സവും കൂടാതെ തക്ക സമയത്തൂടെ കടന്നു വന്ന് ഈ അനുഗ്രഹീതമായ സംഗീത വിരുന്നിന് ഞങ്ങളുടെ മുൻപിലായിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനുള്ള എല്ലാ അവസരങ്ങളും കർത്താവ് നൽകിക്കൊടുത്തു. ഡോക്ടർ ബ്ലസൻ മേമനെ വളരെ സന്തോഷത്തോടെ വളരെ ഹൃദ്യമായി ഈ സംഗീത വിരുന്നിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഗായകരായിട്ട് കടന്നു വന്നിരിക്കുന്ന മിസ്സിസ് ടീന ജോയ്, മിസ്സിസ് സുമി സണ്ണി, ഏഞ്ചല വർഗീസ്, അവരെ നമ്മുടെ UK മലയാളികളാണ്. അവരും ഇന്നത്തെ ഈ സംഗീത വിരുന്നിന് ആവശ്യമായ കൈത്താങ്ങലേകുവാനായിട്ട് പ്രിയ ഇമ്മാനുവൽ ഹെൻറിയോടും അതുപോലെ ഡോക്ടർ ബ്ലസൻ മാമിനോടൊപ്പം നമ്മോടൊപ്പം ആയിരിക്കുന്നുണ്ട്. അവരും തക്ക സമയത്ത് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. തങ്ങൾ ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ ഇന്ന് ഈ അനുഗ്രഹീതമായ സംഗീത വിരുന്നിൽ കാഴ്ചവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ കൃപകളവർക്കും നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അവരെ 3 പേരെയും വളരെ സന്തോഷത്തോടെ ഈ സംഗീത വിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏതൊരു സംഗീത വിരുന്നിൻ്റെയും അതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഓർക്കസ്ട്ര എന്നുള്ളത്. മിസ്റ്റർ ഡെൻസിലിൻ്റെ നേതൃത്വത്തിൽ അനുഗ്രഹീതമായ ഓർക്കസ്ട്ര ടീം ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇതിനാവശ്യമായ എല്ലാ കൈത്താങ്ങലേകുവാനായിട്ട് ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഡോക്ടർ ഡെൻസിലിൻ്റെ നേതൃത്വത്തിലുള്ള ഓർക്കസ്ട്ര ടീമിന് വ്യക്തിപരമായി ആരെയും പേരെടുത്ത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവരവർ കൈകാര്യം ചെയ്യുന്ന അനുഗ്രഹീതമായ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഏറ്റവും അനുഗ്രഹീതമായിട്ട് തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഡെൻസിലിൻ്റെയും ടീമിനെയും അനുഗ്രഹീതമായ വിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ UK മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ടാത്തൊരു മുഖമാണ് മിസ്റ്റർ ബിജോ കുരുവിള കുര്യൻ. ഞങ്ങളുടെ UK യൂറോപ്പ് ആഫ്രിക്ക ഡയസിഷൻ കൗൺസിൽ മെമ്പറായി സേവനമനുഷ്ഠിക്കുന്നു. ഈ UK ഏത് ഇടവകയിലും ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു അനുഗ്രഹീതനായ മാർത്തോമാ സഭാസ്നേഹി, ഒരു നല്ല മലയാളി സുഹൃത്ത്. ഇന്ന് ബിജോ കുരുവിളയെ ആ നിലയിൽ മാത്രമല്ല ഈ പ്രോഗ്രാമിൻ്റെ ഒരു മുഖ്യ സ്പോൺസർ എന്നുള്ള നിലയിൽ ബിജോ കുരുവിള നയിക്കുന്നതായ കുര്യൻ ഫൈനാൻസ് കൺസൾട്ടൻസ്, അതാണ് ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ സ്പോൺസറായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. അതുകൊണ്ട് 2 രീതിയിലും നമ്മുടെ ഈ കൗൺസിൽ മെമ്പർ എന്നുള്ള നിലയിലും ഇന്നത്തെ മുഖ്യ സ്പോൺസർ എന്നുള്ള നിലയിലും മിസ്റ്റർ ബിജോ കുരുവിള കുര്യനെ ഈ അനുഗ്രഹീതമായ സംഗീത വിരുന്നിലേക്ക് ഞാൻ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ സംഗീത വിരുന്ന് ഇത്ര മനോഹരമാക്കുവാനായിട്ട് അനുഗ്രഹീതമായ നിലയിൽ എല്ലാ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുകയും ഇതിനാവശ്യമായ എല്ലാ ഉപദേശങ്ങളും ഒക്കെ ബഹുമാനപ്പെട്ട അച്ഛനോട് ചേർന്ന് നൽകിക്കൊടുക്കുകയും ചെയ്ത കൈസ്ഥാന സമിതി അംഗങ്ങൾ, ഓഫീസ് ബെയറേഴ്സ്, ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ അനുഗ്രഹീതമായ സംഗീത വിരുന്നിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഏകദേശം 12 സ്പോൺസേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹീതമായ ഇതിന് ഏകിയ കൈത്താങ്ങൽ വളരെ നന്ദിയോടെ ഓർക്കുകയും ഈ സ്പോൺസേഴ്സായിട്ട് ഇന്ന് ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം വളരെ മനോഹരമാക്കുവാനായിട്ട് ഇതിൻ്റെ ലൈറ്റ് സിസ്റ്റം, സൗണ്ട് സിസ്റ്റം ഒക്കെ നിയന്ത്രിക്കുന്ന ടെക്നീഷ്യന്മാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെയൊക്കെ ഈ ദിവസങ്ങളിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ആ ടെക്നീഷ്യന്മാരെയും അവരുടെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വളരെ അടുത്ത കാലം വരെ സെൻറ് തോമസ് മാർത്തോമാ ഇടവകയുടെ ഭാഗമായിരിക്കുകയും എന്നാൽ ഇന്ന് സെൻറ് തോമസ് മാർത്തോമാ ഇടവകയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കോൺഗ്രിഗേഷൻ, ടോണ്ടൺ മാർത്തോമാ കോൺഗ്രിഗേഷൻ, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സെൻറ് തോമസ് മാർത്തോമാ ഇടവകയുടെ 2ാമത്തെ പുത്രിയായി ജനിക്കുവാനുള്ള ഭാഗ്യം ടോണ്ടൺ കോൺഗ്രിഗേഷൻ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ടോണ്ടൺ കോൺഗ്രിഗേഷൻ്റെ ഈ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ ആ ടോണ്ടൺ കോൺഗ്രിഗേഷൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇപ്പോൾ ഉള്ള ഏറ്റവും ദൂരമുള്ള പ്രെയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹെറിഫോർഡ് പ്രെയർ ഗ്രൂപ്പാണ്.
ഹെരിഫോർഡ് പ്രയർ ഗ്രൂപ്പുകാരെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടെ പറയുവാനായിട്ട് കഴിയും. അവിടെയുള്ള എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് വരുവാനായിട്ട് അവർ കോച്ചൊക്കെ ഹയർ ചെയ്ത് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വളരെ കൃത്യസമയത്ത് അവരോട് എത്തിച്ചേർന്നു. അവർ കാണിച്ച എല്ലാ ശുഷ്കാന്തിയും ഈ ഒരുമിച്ച് ലഭിക്കുന്ന കൂട്ടായ്മയെ ഏറ്റവും ധന്യമാക്കി തീർക്കുവാൻ അവർ കാണിച്ച എല്ലാ ദൈവകൃപകളെയും ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ വളരെ സ്നേഹത്തോടുകൂടി ഈ സംഗീത വിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഇടവക നമ്മുടെ UK വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മാർത്തോമാ സഭാവിശ്വാസികളായിട്ടും മറ്റ് സഭാവിശ്വാസികളായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഇന്നത്തെ ഈ സംഗീത സായനത്തിലേക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ സെന്റ് തോമസ് മാർത്തോമാ ഇടവകയ്ക്ക് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഓരോ കാര്യങ്ങളിലും വളരെ സസൂക്ഷ്മമായിട്ട് ശ്രദ്ധ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളാകുന്ന വോളണ്ടിയർ ടീമുകൾ. ആരുടെയും ഒരു വോളണ്ടിയർ ഗ്രൂപ്പിൻ്റെയും പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ യൂത്ത് ഗ്രൂപ്പ് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടി അവർ ഈ ദൗത്യം വ്യത്യസ്ത ഗ്രൂപ്പിൻ്റെ നേതൃത്വങ്ങളൊക്കെ ഏറ്റെടുത്തു. അതിൻ്റെ ടീം ലീഡേഴ്സായിട്ട് പ്രവർത്തിക്കുന്നവർ, യൂത്ത് ഗ്രൂപ്പിലെ ആളുകൾ, ഈ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ആരുടെയും പ്രായ വ്യത്യാസമെന്ന് അവരുടെയൊക്കെ ഈ സേവനത്തെ ദൈവം മാനിക്കട്ടെ. അവരെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. അവർ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരെ സന്തോഷത്തോടെ അവരുടെ സേവനത്തെ വളരെ സന്തോഷത്തോടെ ഇടവക സ്മരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എൻ്റെ മുൻപിൽ പലപ്പോഴും ചില ആംഗ്യ ഭാഷകളൊക്കെ ഞാൻ കണ്ടു. ഞാൻ ആ പേര് വളരെ മനഃപൂർവ്വമായിട്ട് പുറകിലേക്ക് മാറ്റിവെച്ചതാണ്. അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഹാർമണി 2025 ഇത് കമ്മിറ്റിയായിട്ട് പാരിഷ് പ്രോഗ്രാം ഞാൻ കമ്മിറ്റിയിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഹാർമണി പ്രോഗ്രാം നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചു. കമ്മിറ്റി ഒന്നടങ്കം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ പാരിഷിൻ്റെ പുനരുദ്ധാരണത്തിന് ആവശ്യമായ ധനസമാഹരണത്തിന് വേണ്ടി ഒരു നല്ല സംഗീത വിരുന്ന് ഒരുക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു. എല്ലാവരും കമ്മിറ്റി ഒന്നടങ്കം ആ തീരുമാനത്തോട് അനുകൂലിച്ചു. അപ്പോഴേ വളരെ പെട്ടെന്നൊരു ചോദ്യം മുന്നിൽ വരുന്നത്, ആരിതിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കും, ആരിത് മുന്നോട്ട് ഇതിനെ നയിക്കും, ജനറൽ കൺവീനർ എന്നുള്ള പോസ്റ്റ് ആര് ഏറ്റെടുക്കും എന്നുള്ളതാണ്. എത്ര പേർ ഓർക്കുന്നുണ്ട്, കമ്മിറ്റിയുള്ള എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉടനെ തന്നെ എൻ്റെ നാവിൽ വന്നൊരു പേര് മിസ്റ്റർ സനു സാമുവേൽ എന്നുള്ളതായിരുന്നു. കാരണം ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്നൊരു പ്രതീക്ഷയുണ്ട്, അവരെങ്ങനെ അത് ചെയ്യും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ സന്തോഷത്തോടെ കമ്മിറ്റി ഏകാഭിപ്രായമായിട്ട് സനു സാമുവേലിൻ്റെ പേര് മുന്നോട്ട് നിർദ്ദേശിക്കുകയും വളരെ സന്തോഷത്തോടെ ആ സ്ഥാനം ഏറ്റെടുത്തു. ഞാൻ ദൈവജനമേ പറയട്ടെ, അത് എന്ന് ആ സ്ഥാനം ഏറ്റെടുത്തോ അന്ന് മുതൽ ഈ നിമിഷം വരെ, ഇന്ന് നാം ആയിരിക്കുന്ന ഈ നിമിഷം വരെ ഒരുപാട് തിരക്കുകളുണ്ട്. പഠനമൊക്കെ പൂർത്തിയാക്കിയെങ്കിലും ജോലിയുടെ തിരക്കുകളുണ്ട്, കുടുംബത്തിൻ്റെതായ മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഓരോ UK മലയാളിക്കുള്ളതായ എല്ലാ പ്രാരാബ്ധങ്ങളും ഉള്ളൊരു വ്യക്തിയാണ്. എന്നാൽ വളരെ സന്തോഷത്തോടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കമ്മിറ്റിയെ സമയാസമയങ്ങളിൽ ദീർഘമായ റിപ്പോർട്ടോടുകൂടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യങ്ങൾക്ക് ഞങ്ങൾ സനുവിന് മുമ്പിൽ നോ എന്ന് പറഞ്ഞിട്ടില്ല. കാര്യം സനു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥതയോടും വളരെ കൃത്യനിഷ്ഠമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യും എന്ന് കമ്മിറ്റിക്ക് അന്ധമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മൗനമായ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഇന്ന് നാം ആയിരിക്കുന്ന ഈ ഒരു വെന്യൂവിൽ ഇത്ര മനോഹരമായ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുവാനായിട്ട് തൻ്റെ കഴിവുകൾ, തൻ്റെ സമയം, തനിക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന എല്ലാ താലന്തുകളും ഏറ്റവും അനുഗ്രഹീതമായി വിനിയോഗിച്ച സനു സാമുവിനോട് നന്ദി പറയുന്നത് കുറച്ച് അധിക പ്രസംഗമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നന്ദി പറയുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു സഹോദരനായിരിക്കുന്നു. ദൈവം തുടർന്നും എടുത്ത് ഉപയോഗിക്കട്ടെ. ഈ കാലങ്ങളിൽ ചെയ്ത എല്ലാ ശുശ്രൂഷകളും ദൈവം മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടുതലായി ബലപ്പെടുത്തട്ടെ. വരും കാലങ്ങളിലൊക്കെ ഇടവകയുടെ ഒരു നല്ല ഒരു ഇടവകയ്ക്ക് വേണ്ടി മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള കൂടുതൽ കരുത്തേകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഈ സംഗീത വിരുന്ന് ആസ്വദിക്കാം. ഒരുമിച്ച് നമുക്ക് ഈ സംഗീത ആരാധനയിൽ പങ്കെടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Saji John Bath, Parish Secretary of St. Thomas Marthoma Church, Bristol. Now I would like to welcome for presidential address our beloved Achan, Reverend Sanoj Babu Matthew. Presidential address by Reverend Sanoj Babu Matthew Achan. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ മ്യൂസിക്കൽ കൺസേർട്ടിന്
നേതൃത്വം നൽകുന്ന ഡോക്ടർ ബ്ലസൻ മേമന, ഇമാനുവൽ ഹെൻറി, ടീന ജോയ്, സുമി സണ്ണി, ഡെൻസിൽ ആൻഡ് ടീം, പ്രിയപ്പെട്ട ഇടവക ചുമതലക്കാർ, ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന സാനു ഷൗമേൽ, ഇടവക അംഗങ്ങൾ, സഹോദരി സഭകളിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർ, ഈ ഹാളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യം തന്നെ അറിയിക്കട്ടെ. ഒരു സംഗീത അനുഭവത്തിൽ നാം ആയിരിക്കുകയാണല്ലോ. സംഗീതം എപ്പോഴും മാധുര്യമുള്ളതാണ്. സംഗീതം നമ്മുടെ ജീവിതത്തെ വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. നാം ഏറെ ഇഷ്ടപ്പെടുന്നതും സംഗീതമാണ്. നാം എല്ലാം വായിക്കുവാൻ ആഗ്രഹിക്കുന്നതും സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ ദാവീദും മറ്റ് ദൈവദാസന്മാർ എഴുതിയ സംഗീതങ്ങളാണ്. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ സംഗീതത്തിന് വലിയ ശക്തിയുണ്ട്. ദൈവത്തിങ്കിലേക്ക് ഓരോ മനുഷ്യനെ അടുപ്പിക്കുവാനും ലോകത്തെ മാറ്റിമറിക്കുവാനും നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമാക്കുവാനൊക്കെ സംഗീതത്തിനുള്ള കഴിവ് വ്യത്യസ്തമാണ് എന്നതിൽ യാതൊരു ഇന്നത്തെ സംഗീതം നമ്മുടെ ജീവിതത്തെ പുതുക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർമണി 2025 സങ്കീർത്തനത്തിൽ ഇപ്രകാരം നാം 131 സങ്കീർത്തനം 1 വാക്യം, സാംസ് 133:1 സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: Behold how good and pleasant it is when brothers dwell in unity. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. ഹാർമണി എന്ന വാക്കിന് പലപ്പോഴും ഒരു പേര് മാത്രമായി മാറ്റപ്പെടുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ കഴിയാതെ പോകുന്ന ഒരു ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ സങ്കീർത്തക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ എഴുതുന്നത് മനോഹരമായ ഒരു അനുഭവമാണ്. ഹൗ ഹാർമണി ഷുഡ് ഹാപ്പൻ. എങ്ങനെയാണ് ഒരു സ്നേഹത്തിൻ്റെ അനുഭവം, ഒരു സ്വരത്തിൻ്റെ ചേർച്ച ഉണ്ടാകുന്നത് എന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. എത്ര ശുഭവും എത്ര മനോഹരവുമാണ് എന്ന് ഇവിടെ നമ്മളെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് ആയിരിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരം. ഈ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുമ്പ് സ്വാഗതം പറഞ്ഞ സെക്രട്ടറി നമ്മെ ഓർപ്പിച്ചു. എല്ലാ വർഷവും നമ്മൾ ബ്രിസ്റ്റോൾ സെന്റ് തോമസ് മാർത്തോമ ഇടവക ജനങ്ങൾ ഹാർമണിയായി കൊടി വരവുണ്ട്. കഴിഞ്ഞ 3 വർഷം, ഈ വർഷം കൂടെ ചേർത്ത് കഴിഞ്ഞ 2 വർഷങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ പഠനത്തിനും അതുപോലെ ഇടവകയുടെ ജനങ്ങളുടെ താലന്തുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നമ്മൾ ഈ ദിനത്തെ ക്രമീകരിക്കുകയായിരുന്നുവല്ലോ. എന്നാൽ ഈ വർഷം നമ്മുടെ പള്ളിയുടെ റീഫർബിഷ്മെന്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് ഇൻ ഫെയ്ത്ത് എന്ന തീം ആസ്പദമാക്കിയാണ് ലൈവ് മ്യൂസിക്കൽ ക്രിസ്ത്യൻ മ്യൂസിക്കൽ ഫെസ്റ്റ് നടത്താനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് അത് ഏറെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് മാസങ്ങളായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് നിങ്ങളെ ഓർപ്പിച്ചല്ലോ. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൺവീനറായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട സാനുവിൻ്റെ അദ്ദേഹം ഒത്തിരി സമയം എടുത്താണ് പല കാര്യങ്ങളും ഇത് ക്രമീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സാനുവിനോടൊപ്പം ചേർന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു.
മുമ്പേ ഓർപ്പിച്ചതുപോലെ 70 അംഗങ്ങളുള്ള ഒരു വോളണ്ടിയർ ടീമുണ്ട്. അതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട സഹകരണം ചെയ്തുകൊണ്ട് ഇടവക കമ്മിറ്റി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി ഇടവക ജനങ്ങൾ, അവരുടെ വലിയൊരു കൈത്താങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളുടെ ഈ ഒത്തുചേരലുകൾ നമ്മളുടെ സ്നേഹത്തിനും നമ്മുടെ ഐക്യത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുവെങ്കിൽ പോലും ഒരിക്കൽ കൂടെ നമ്മോടൊപ്പം ആയിരിക്കുന്ന ബ്ലസ്സൻ മേമന, ഇമാനുവൽ, ഹെൻറി, അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് പാടുന്ന ടീന ജോയി, സുമി സണ്ണി എന്നിവരെ വളരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ബ്ലസ്സൻ മേമനയുടെ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഇടവകയുടെ എല്ലാ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിത്യതയിൽ മാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയിൽ പ്രിയ മക്കളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഡെൻസിൽ എം വിൽസന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഓർക്കസ്ട്ര നേതൃത്വം നൽകുന്നത്. അവരെല്ലാവരെയും പരിചയപ്പെടുത്തും, അതുകൊണ്ട് വീണ്ടും പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഒരു വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് യൂത്ത് മെമ്പേഴ്സ്, സ്വിൻഡൻ, ഹെരിഫോർഡ്, ഗ്ലോസ്റ്റർ, യോവിൽ, ടോണ്ടൻ കോൺഗ്രിഗേഷൻ, ബാത്ത്, സൗത്ത് ബിസ്റ്റോൾ, നോർത്ത് ബിസ്റ്റോൾ തുടങ്ങിയ എല്ലാ പ്രാർത്ഥന കൂട്ടങ്ങളുടെയും അംഗങ്ങൾ, നമ്മളുടെ സ്നേഹിതർ, നമ്മുടെ ഇടവകയുടെ അനേക സ്നേഹിതർ, പുറത്തു നിന്നുള്ള സ്നേഹിതരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പയർ ചെയ്തു തരുന്ന ആൻസിയോടുമുള്ള സ്നേഹം ഈ സമയത്ത് പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം അവസാനിപ്പിക്കുന്നുണ്ട്. 133 സങ്കീർത്തനം അവസാനത്തിൽ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ അവസാനിപ്പിക്കുന്നത്: For there the Lord has commanded the blessing life for evermore. ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഇടങ്ങളിലാണ് യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർപ്പിക്കുകയാണ്. For there the Lord has commanded the blessing life for evermore. പ്രിയമുള്ളവരെ, നമുക്ക് അത് സാധ്യമായി തീർക്കുവാൻ ഈ ഹാർമണി ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ ശക്തീകരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. Thank you very much, Achan, the President and Vicar of St. Thomas More Thomas Church, Bristol, Reverend Sanoj Babu Matthew Achan. Now we are moving on to the official inauguration of Harmony 2025 by lighting the lamp. അടുത്തതായി ദീപം തെളിയിച്ചുകൊണ്ട് ഹാർമണി 2025 ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതിനായി I would like to kindly invite the Vicar and President of Bristol St. Thomas More Thomas Church, Reverend Sanoj Babu Matthew Achan, on the stage. General Convener of Harmony 2025, Mr. Sanu Samuel, and all the office bearers of year 2024, including Alma Yesus Rushagar. And I also request all the representatives of all the organizations of year 2024. That means Sevika Sangam, Idavaga Mission, Youth, Sunday School. Also, I like to welcome the musicians on the stage as well. ദീപം തെളിയിച്ചുകൊണ്ട് ഹാർമണി 2025 ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. The representatives of all the organizations, please come forward.
Some memories are beyond the words and some memories are beyond the time. 2 ദശാബ്ദക്കാലം മുമ്പ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയുള്ള പ്രവാസ ജീവിതത്തിൽ ബ്രിസ്റ്റോളിൻ്റെ ഭാഗത്ത് വന്നു ചേർന്ന 1-2 മാർത്തോമ കുടുംബം ചെറിയ പ്രാർത്ഥനാക്കൂട്ടമായി തുടങ്ങി ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി 2017 സ്വന്തമായ ഒരു ആരാധനാലയം ദൈവം നമുക്ക് ഒരുക്കിത്തന്നു. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചുവടുകളെ നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനും പഠിപ്പിക്കുവാനും സാധ്യമാക്കണേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കാം. അന്നു മുതൽ ഇതുവരെ നടത്തിയ ദൈവത്തെയും ബഹുമാനപ്പെട്ട പട്ടക്കാരെയും ഓഫീസ് ബെയറേഴ്സിനെയും നന്ദിയുടെ ഈ തരുണത്തിൽ സ്മരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ബ്രിസ്റ്റോൾ സെൻറ് തോമസ് മാർത്തോമ ചർച്ചിൻ്റെ ഹിസ്റ്ററിയുടെ ഒരു വീഡിയോ ക്ലിപ്പിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വയം ഭരണാധികാരമുള്ള ഒരു സ്വതന്ത്ര പൗരസ്ത്യ നവീകരണ സഭയാണ് മാർത്തോമ സഭ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭ. സുറിയാനി പാരമ്പര്യത്തിലുള്ള ആരാധന രീതികൾ പിന്തുടരുമ്പോഴും മാർത്തോമ സഭ അതിൻ്റെ ദൈവശാസ്ത്രത്തിലും പ്രബോധനത്തിലും നവീകരണ ദർശനം പുലർത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ പാരമ്പര്യത്തിൽ അടിസ്ഥാനപ്പെട്ടതും 1836 പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ്റെയും കൈതയിൽ ഗീവർഗീസ് മൽപ്പാൻ്റെയും നവീകരണ ദർശനത്തിൽ ഊന്നി വളർന്നു വന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്ക് ഇന്ന് അഭിമന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്തായും 11 എപ്പിസ്കോപ്പമാരും നേതൃത്വം നൽകുന്നു. കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും സഭാമക്കൾ കൂടി ആരാധിക്കുന്നു. മലയാളികൾ വിദേശത്തേക്ക് കുടിയേറി പാർത്തതിനാൽ അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ, മലേഷ്യ, സിംഗപ്പൂർ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഏകദേശം 2000-2001 കാലയളവിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റും ബ്രിസ്റ്റോളിൽ വന്നു ചേർന്ന മലയാളി കുടുംബങ്ങൾ ഒത്തുചേർന്ന് പ്രാർത്ഥനയോട് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഏകദേശം 200ഓളം അംഗങ്ങളുള്ള ഒരു ഇടവകയായി ദൈവം വളർത്തിയത്. കാലാകാലങ്ങളായി ഇടവകയിൽ സേവനം അനുഷ്ഠിച്ച പട്ടക്കാരുടെയും കൈസാന സമിതിയുടെയും ഇടവക ജനങ്ങളുടെയും കൂട്ടായ്മയുടെ ഫലമായി 2006 ഇത് കോൺഗ്രിഗേഷനായും 2007 ബ്രിസ്റ്റോൾ സെന്റ് തോമസ് മാർത്തോമ ഇടവകയായും തീർന്നു. 2017 സ്വന്തമായി ഒരു പള്ളിയും വാങ്ങുവാൻ സെന്റ് തോമസ് മാർത്തോമ ഇടവകയ്ക്ക് ദൈവം സഹായിച്ചു. ഇന്ന് സൗത്ത് വില്ലയിലുള്ള ആരാധനാലയത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9:30 വിശുദ്ധ കുർബാന ശുശ്രൂഷ നടത്തപ്പെടുന്നു. മറ്റ് പ്രധാന ദിവസങ്ങളിലും ആരാധനയും പ്രത്യേക ശുശ്രൂഷകളും നടത്തിവരുന്നു. സൺഡേ സ്കൂൾ, യൂത്ത് ഫെലോഷിപ്പ്, സെവിയ സംഘം, ഇടവക മിഷൻ, കൊയർ, നെയ്ബർഹുഡ് മിഷൻ തുടങ്ങിയ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസ സമൂഹത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും ആത്മീക പരിപോഷണത്തിനായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ UK, യൂറോപ്പ്, ആഫ്രിക്ക ഡയസിസിൻ്റെ ഭാഗമാണ് ബ്രിസ്റ്റോൾ സെന്റ് തോമസ് മാർത്തോമ ഇടവക. ഈ ഭദ്രാസനത്തിനും ഇടവകയ്ക്കും ആവശ്യമായ നേതൃത്വം നൽകുന്നത് അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയാണ്. ഈ ദേശത്ത് അനുഗ്രഹീത ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് സഹോദരി സഭകളുമായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിപ്പാൻ കഴിഞ്ഞ നാളുകളിൽ മാർത്തോമ സഭയ്ക്കും ബ്രിസ്റ്റോൾ സെന്റ് തോമസ് ഇടവകയും ദൈവം സഹായിക്കുന്നു. ഒരുമിച്ച് നിന്ന് ദേശത്തെ നേടാൻ ദൈവം തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരക്കേറിയ യാന്ത്രികമായ പ്രവാസ ജീവിതത്തിനിടയിൽ
അവിടിവിടെയായി പാർത്തിരുന്ന ഇടവക അംഗങ്ങളുടെ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ഐക്യതയ്ക്ക് അഥവാ ഹാർമണിക്ക് 2012 ആരംഭം കുറിച്ചു. അന്നത്തെ വികാരിയായിരുന്ന റവറൻ KP ജോൺസൺ അച്ഛൻ്റെയും ഹാർമണി കൺവീനർ മിസ്റ്റർ സനു സാമുവലിൻ്റെയും നേതൃത്വത്തിൽ ചർച്ച് ഓർഗനൈസേഷനായ കൊയർ ആ ദൗത്യം ഏറ്റെടുക്കുകയും പിന്നീട് ചർച്ചായിട്ട് അത് തുടർന്നു പോവുകയും ചെയ്തു. നിരവധി കഴിവുകളാൽ ദൈവം അനുഗ്രഹിച്ച ഇടവകയിലെ അംഗങ്ങൾക്ക് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനും ഓരോ വർഷത്തെയും ഹാർമണി വേദിയായി. 2015 ഡോക്ടർ ബ്ലെസൻ മേമന, എമ്മാനുവൽ ഹെൻറി ആൻഡ് ദലീമയുടെ നേതൃത്വത്തിൽ ഒരു മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട സംഗീത സന്ധ്യ ഒരുക്കുവാൻ അന്നത്തെ ഹാർമണി ടീമിനെ ദൈവം ഇടയാക്കി. നീണ്ട 13 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ഐക്യതയുടെ അഥവാ ഹാർമണിയുടെ കരങ്ങൾ ഇടവകയുടെ അതിർത്തിയും കടന്ന് ദൂരെയും ചാരയുമുള്ള സഹോദര സഭകളിലെ സുഹൃത്തുക്കളെയും സ്നേഹിതരെയും ബന്ധുക്കളെയും ഒരുപോലെ ചേർത്ത് നിർത്താൻ സഹായിക്കുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. പ്ലീസ് ടേക്ക് എ മൊമെന്റ് ടു വാച്ച് എ സ്മോൾ വീഡിയോ ക്ലിപ്പ് ഓഫ് അവർ സക്സസ്ഫുൾ ഹാർമണീസ് ജേർണി ഫ്രം 2012 till present.
Now I will take a moment. Now I will take a moment to introduce our sponsors of Harmony 2025. This live Christian musical concert, Harmony 2025, is mainly sponsored by Korean's Financial Consultants, Mortgage and Protection Advisor. ബിജോ കുരുവിളെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല.